മാവൂർ മീഡിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ യമൻ രാഗത്തിൽ ആധാരസ്വരം ആലപിച്ചിരിക്കുന്നത് ഒരു കാലത്ത് മാപ്പിളപ്പാട്ട് വേദികളിൽ പ്രത്യേകിച്ചും വിയൻകുട്ടി മാഷുടെ സ്റ്റേജുകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ചെറിയ പെൺകുട്ടി ബേബി ഇഷ്റത്ത്. വിയൻകുട്ടി മാഷുടെ ട്രൂപ്പിൽ ഒരുപാട് പെൺകുട്ടികൾ പാടാൻ വന്നിരുന്നു. അവരൊക്കെ തന്നെയും യഥാർത്ഥത്തിൽ സംഗീതം അഭ്യസിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന ചോദ്യത്തിന് നമുക്ക് കിട്ടുന്ന മറുപടി ഇല്ല എന്നാണ്. എല്ലാവരെയും മാഷ് പഠിപ്പിച്ചതാണ്. എന്നാൽ ബേബി ഇഷ്റത്ത് അന്ന് മുതൽ തന്നെ സംഗീതം ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടുണ്ട്. മാത്രമല്ല കുട്ടിമാഷ് സംഘത്തിലുണ്ടായിരുന്നവർ പിന്നീട് എന്തോ കാരണം കൊണ്ട് അവരുടെ ഔപചാരിക വിദ്യാഭ്യാസം തുടരാൻ സാധിക്കാത്തവരുമാണ്. എന്നാൽ എൻ്റെ മുമ്പിലുള്ള ആ ബേബി ഇഷ്റത്ത് ഇന്ന് വലിയ ആളായിട്ടുണ്ട്. പാട്ടുകാരിയാണ്, ഒപ്പം ഒരു സ്കൂൾ അധ്യാപികയുമാണ്, അതും ശാസ്ത്ര വിഷയത്തിൽ. ബേബി ഇഷ്റത്ത് എന്നിനി പറയുന്നതിൽ കാര്യമില്ല. എങ്കിലും ഇഷ്റത്ത് സഭാക്ക് മാവൂർ മീഡിയയിലേക്ക് നിറഞ്ഞ സ്വാഗതം. ബാപ്പ ഒരു അധ്യാപകനാണ്, ഉമ്മയും അതേപോലെ സർവീസിലുള്ള ആളാണ്. അവർ രണ്ടുപേരും പാട്ടുമായിട്ട് നല്ല ബന്ധമുള്ള ആളുകളാണ്, പാടാറുണ്ട്. ഒപ്പം തന്നെ ഒരു ബ്രദറുണ്ട്, ബ്രദറും ഇതേപോലെ പാടുന്നവരാണ്. ഒരു സംഗീത കുടുംബം എന്ന് പറഞ്ഞുകൂടെങ്കിലും കലയെ സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ കലയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ബേബി ഇഷ്റത്ത് എന്നുള്ള ആ പേര് പാട്ടാസ്വാദകർ കേൾക്കുന്നത് ഒരുപക്ഷെ വിയൻകുട്ടി മാഷിന്റെ ട്രൂപ്പിലൂടെ ആയിരിക്കും. എങ്ങനെയാണ് മാഷ് ട്രൂപ്പിലേക്ക് എത്തിപ്പെടുന്നത്, ഒരു പാട്ടുകാരിയായി മാറുന്നത്? മാഷിന്റെ ട്രൂപ്പിലേക്ക് ഞാൻ വരുന്നത് 1990-ലാണ്. അന്ന് ബേബി ഇഷ്റത്ത് എന്നുള്ള രീതിയിലാണ് മാഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കാരണം അന്ന് പൊതുവെ ഞാൻ ചെറിയൊരാളായിരുന്നു. പിന്നെ മറ്റുള്ളവരെല്ലാം മുതിർന്ന ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ മാഷിനെ പരിചയപ്പെടുന്നത് എൻ്റെ ഉപ്പാടെ സുഹൃത്ത് ആസാദ് വണ്ടൂർ. അപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു മാഷ് ആസാദക്കയുടെ വീട്ടിൽ വരികയും ഇങ്ങനെ വണ്ടൂര് ഒട്ടുമിക്ക പ്രോഗ്രാമുകൾ നടക്കുകയാണെങ്കിൽ എൻ്റെ ഒരു പാട്ട് അവിടെ ഒരു ചടങ്ങിന് ഉണ്ടാവും. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. അന്ന് എത്രാം ക്ലാസ്സിലാണ്? അന്ന് ഞാൻ 6ാം ക്ലാസ്സിലാണ്. അങ്ങനെ ആസാദക്ക വിയൻകുട്ടി മാഷ് വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഉപ്പയെ വിടുകയായിരുന്നു. അങ്ങനെ പോയി മാഷെ കണ്ട് സംസാരിച്ചു. മാഷ് പാട്ട് പാടാൻ പറഞ്ഞു. അന്ന് ഞാൻ മാഷിന് പാടിക്കൊടുത്തത് ഇന്ദ്രനീലിമയോലും ഈ മിഴിപ്പൊയ്കയിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു. ഇന്ദ്രനീലിമയോലും ഇന്നൊരു ഹൃദയത്തിൽ കുന്തലതാഗ്രഹത്തിൽ പൊന്മുളം തണ്ടുമോതി നീരിപ്പൂ. അതിൻ പൊരുൾ നിനക്കേതുമാറിയില്ലല്ലോ, അതിൻ പൊരുൾ നിനക്കേതുമാറിയില്ലല്ലോ. ഇന്ദ്രനീലിമയോലും. ഈ പാട്ടായിരുന്നു ആദ്യമായിട്ട് മാഷിന്റെ മുന്നിൽ ഞാൻ പാടുന്നത്. അങ്ങനെ മാഷിന് ആ പാട്ട് ഇഷ്ടമായി. പിറ്റത്തെ ദിവസം തന്നെ മാഷ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ ദാറുസലാമിലേക്ക് ഞാനും ഉപ്പയും കൂടെ മാഷ കാണാൻ വേണ്ടിയിട്ട് ചെന്നു. അന്ന് മാഷ അവിടെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ചെന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോഴും എനിക്കത് നല്ല ഓർമ്മ ഉണ്ട്. മാഷിന്റെ വൈഫ് ഉണ്ടായിരുന്നു, ഇത്താത്താന്ന് ഞങ്ങൾ വിളിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മാഷ്, നിസത്ത ഇവരെല്ലാവരും കൂടെ എവിടെയോ പോയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ എന്നെ കണ്ടപ്പോൾ അവർക്കൊക്കെ വലിയ കൗതുകമായി. ചെറിയൊരു കുട്ടി എന്നുള്ള രീതിയിൽ എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടെ തന്നെ സംസാരിച്ചു. ഞാനന്ന് വലിയൊരു സ്കേർട്ടൊക്കെ ഇട്ടിട്ടാണ് ചെല്ലുന്നത്. കാരണം വിയൻകുട്ടി മാഷ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞു വിയൻകുട്ടി മാഷ് അടുത്ത് ചെല്ലുമ്പോൾ ഭയങ്കര ഇതിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആദ്യമായിട്ടൊരു ഫുൾ പാവാടയൊക്കെ തയ്പ്പിച്ചിട്ടാണ് അന്ന് പോയിരുന്നത്.
അങ്ങനെ ചെന്നപ്പോ തന്നെ മാഷ് പറഞ്ഞു ഇങ്ങനത്തെ ഡ്രസ്സിങ് ഒന്നും വേണ്ട, കാരണം മോള് ചെറിയ കുട്ടിയാണ് എന്നുള്ള രീതിയിൽ പിറ്റത്തെ ദിവസം പിന്നെ പാടുമ്പോഴൊക്കെ ആ കുട്ടിയുടെ ആ ഒരു രീതിയിൽ തന്നെ ആണ് സ്റ്റേജുകളിലൊക്കെ പോയിരുന്നത്. അങ്ങനെയാണ് തുടക്കം. അവിടെ ചെന്ന് പിന്നെ കുറച്ച് പാട്ടുകളൊക്കെ പാടിപ്പിച്ചു. പിന്നെ ഹിന്ദി പാട്ടുകളോട് ആയിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം. മാഷ വീട്ടിലെത്തിയപ്പോഴേ എവിടെയായിരുന്നു ആദ്യ സ്റ്റേജ്? അന്ന് ആദ്യത്തെ സ്റ്റേജ് ഞാൻ ഓർക്കുന്നത് തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരത്ത് ടൂറിസം പ്രോഗ്രാം നടക്കുന്ന സമയമാണ്. വിഴിഞ്ഞത്തോ അവിടെ ഇവിടെ വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമിനാണ്. 6ാം ക്ലാസ്സിലാണ്. അതെ, വലിയ ഗ്രാൻഡ് പ്രോഗ്രാം ആണ് അതൊക്കെ. അപ്പൊ നമ്മള് അത്തരം ഒരു സ്റ്റേജ് ഒന്നും കണ്ടിട്ടില്ല. പിന്നെ മാഷിന്റെ ട്രൂപ്പിന്റെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ഓർക്കസ്ട്രേഷൻ ആണ്. പിന്നെ പാട്ടുകള് ഏതാണോ പാട്ട് അതിന്റെ ഒറിജിനൽ ആയിരിക്കും അവിടെ വായിക്കേണ്ടാവും. യാതൊരു മാറ്റവും അതിലില്ല. നമ്മളിങ്ങനെ ഒരു പാട്ട് റെക്കോർഡ് കേട്ട് പഠിക്കുകയാണല്ലോ. റെക്കോർഡ് കേട്ട് പഠിച്ച് നമുക്ക് എവിടെയാണ് തുടങ്ങേണ്ടത് എവിടെ നിർത്തേണ്ടതൊക്കെ നമ്മളിങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചിട്ടാണല്ലോ പോകുന്നത്. ആ കറക്റ്റിലായിരിക്കും നമുക്ക് പാട്. യാതൊരു മാൽ പ്രാക്ടീസും അവിടെ ഇല്ല. ഒരു ഇത് രാമകൃഷ്ണേട്ടൻ, ഹരിദാസേട്ടൻ, പപ്പേട്ടൻ, ഇങ്ങനെയൊക്കെയുള്ള കോഴിക്കോട് അറിയപ്പെടുന്ന ഇപ്പോഴും അവരെന്നെയാണ് പ്രശസ്തരെന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ ഒരു ഓർക്കസ്ട്രേഷൻ നമുക്ക് പാടാൻ പറ്റുമെന്ന് തന്നെ പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. അന്ന് എനിക്കതൊന്നും അറിയില്ല. അതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ലെങ്കിൽ കൂടെ നമുക്ക് പാടാൻ സുഖമായിരുന്നു. കാരണം കറക്റ്റ് പഠിച്ചത് അങ്ങനെ പാടിയാൽ മതി. സ്റ്റേജിൽ ആദ്യം ഞാൻ പാടിയത് ഇന്ദ്രനീലിമയോട്. പിന്നെ അത് കഴിഞ്ഞ് മാഷിന്റെ മോന് ആണ് സെലക്ട് ചെയ്യുന്നത് ദിൽക്കി അർമാൻ എന്ന് പറയുന്ന പാട്ട്. ഇസ്രത്തിന്റെ ബാപ്പ ഒരു ഉറുദു അധ്യാപകനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉറുദു, അതായത് ഹിന്ദി പാട്ടുകളോട് ഒരു പ്രത്യേക ചായവ് ഉണ്ടാവാൻ സാധ്യതയാണ്. അതുകൊണ്ടായിരിക്കും ഈ ദിൽക്കി അർമാനൊക്കെ സെലക്ട് ചെയ്തത്. അതെ, ഞാന് ചെറുപ്പത്തിലും പാടി പഠിച്ചിരുന്ന പാട്ടുകൾ അധികവും ഹിന്ദി പാട്ടുകളായിരുന്നു. ലതാജിയുടെ പാട്ടുകൾ. ഉപ്പാടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പിന്നെ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ ഈ പഴയ കാസറ്റുകൾ കൊണ്ടുവരുന്നു. അപ്പൊ ഇതിങ്ങനെ ഇട്ട് കേട്ട് നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് പാട്ടുകൾ ഇങ്ങനെ കേട്ട് 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 അന്ന് പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കേൾക്കല്ല, പാട്ടിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടായിരിക്കും. അങ്ങനെ മാഷ് പാടിപ്പിക്കുമ്പോ ഏതൊക്കെ പാട്ട് അറിയാം എന്ന് ചോദിക്കുമ്പോ നമ്മുടെ മനസ്സിലുള്ള പാട്ടുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ദിൽക്കി അർമാന്, അതുപോലെ തന്നെ രജ മൊഹബത്ത് വാല, പിന്നെ അതുപോലെ മനിഡോലെ, മേരാ ദിൽ പുകാരെ, ആജ ആജ ആജ, ഇത്തരത്തിലുള്ള കുറെ പാട്ടുകൾ. दिल के अरमा आंसुओं में बह गए, दिल के अरमा आंसुओं में बह गए, हम वफा करके भी तन्हा रह गए, दिल के अरमा आंसुओं में बह गए, दिल के अरमा आंसुओं में बह गए, आजा 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 मेरी बर्बाद मोहब्बत के सहारे, है कौन जो बिगड़ी हुई तकदीर सवारी, आजा 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 मेरी बर्बाद मोहब्बत के सहारे, है कौन जो बिगड़ी हुई तकदीर सहारी, आएगी नती खुशबू हुई आँखों में आंसू है, आँखों में आंसू निकले भी नती लुट गए अरमाने बेचारे, है कौन जो बिगड़ी हुई तकदीर सवारी, आजा 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 मेरी बर्बाद मोहब्बत के सहारे, है कौन जो बिगड़ी हुई तकदीर सवारी, आजा आजा. അപ്പൊ ദാറുസലാമില് മാഷ വീട്ടിലെത്തി. അവിടുന്ന് ആദ്യമായിട്ട് തിരുവനന്തപുരത്തൊരു സ്റ്റേജ് കിട്ടി. അതോടൊപ്പം തന്നെ നമുക്കറിയേണ്ടത് മാഷ വീട്ടില് നിങ്ങളെ ഒരു കേവലം പാട്ടുകാരിയായിട്ടല്ല, അവിടുത്തെ ഒരു വീട്ടിലെ അംഗം പോലെയാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? മാഷ വീട്ടില് ഞങ്ങളെല്ലാവരും ഇത്താത്താന്റെ കീഴില്
ഉള്ള കുട്ടികളായിട്ടാണ് അവിടെ ഉണ്ടാവുക. മാഷ് പുറത്തൊക്കെ ആയിരിക്കും, നമ്മളെല്ലാവരും അവിടുത്തെ ഒരു അടുക്കള അടക്കം ഭരിക്കുന്നത് ഈ കുട്ടികളായിരിക്കും. എനിക്ക് അതിൽ കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യം എന്താ വെച്ചാല്, ഞാൻ ചെറുതായതുകൊണ്ട് പ്രത്യേകിച്ച് പണികളൊന്നും എനിക്ക് കിട്ടാറില്ല. ഞാനതൊക്കെ ഇങ്ങനെ നോക്കി അവരെന്താ ചെയ്യുന്നത് ഇതൊക്കെ നോക്കി ഇങ്ങനെ നടക്കുക. മാഷിന്റെ ട്രൂപ്പിൽ നിന്നുള്ള ഇന്ദിരേച്ചിയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പത്തിരി ചുടാൻ പഠിച്ചത് അവിടുന്നാണെന്ന് കേട്ടു. പത്തിരി ചുടുന്നതൊക്കെ നോക്കി ഇങ്ങനെ കൗതുകത്തോടെ നോക്കി നിൽക്കുക എന്നുള്ളൊരു പണിയെ പ്രത്യേകിച്ച് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെ വീട്ടിലുള്ള പോലെ തന്നെ നമ്മൾ അങ്ങനെ നടക്കണം. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ അഷ്റഫ്ക കുഞ്ഞിക്കാക്കയൊക്കെ ഇപ്പോഴും നീ പണ്ട് അങ്ങനെ ചെയ്തതല്ലേ എന്നൊക്കെ പറയുമ്പോഴാണ് കുഞ്ഞിക്കാക്കൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു ഓർമ്മ വരുന്നത്. സത്യം പറഞ്ഞാൽ അവരുടെ വീട്ടിലെ ഒരു അംഗം. മാഷിന്റെ ഒരു പ്രത്യേകതയാണ് അത്. മറ്റ് സിംഗേഴ്സിൽ നിന്നും വ്യത്യസ്തതയുള്ള ഒരു ഡ്രസ്സ്, ഒരു പ്രോഗ്രാം, നമ്മുടെ പെരുന്നാളാണെങ്കിലും മറ്റ് എന്ത് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിലും വീട്ടുകാരുടെ കൂടെ നമ്മളെയും കൊണ്ടുപോകും. പെരുന്നാളൊക്കെ മക്കളെ പോലെ, കുടുംബാംഗങ്ങളെ പോലെയാണ്. അതെ അതെ. അത് പിന്നീട് നിങ്ങളുടെ പാട്ടുജീവിതത്തിന് ശേഷവും നിങ്ങളെ വീടും കുടുംബവും ഒക്കെ ആയിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചിരുന്നു. എന്ത് നമ്മുടെ വീട്ടിലിപ്പോ എന്തൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും VM കുട്ടി എന്ന് പറയുന്ന ഒരു മഹാൻ ആണ് എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ തിരിച്ചറിയുന്നത് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ്. കാരണം പലപ്പോഴും സെലിബ്രിറ്റീസ് അവരുടെ കൂടെ ഉള്ളവരോട് ആ രീതിയിലാണ് ബിഹേവ് ചെയ്യുക. മാഷിന്റെ ഒരു പ്രത്യേകത അതിന് മാഷിനെ വ്യത്യസ്തനാക്കുന്നത് അതാണ്. മാഷിന് ദേഷ്യം വന്നാൽ മാഷ് നന്നായിട്ട് ദേഷ്യപ്പെടും. സ്നേഹത്തോടെയാണെന്നുണ്ടെങ്കിൽ വളരെ വാത്സല്യത്തോട്. എന്നൊക്കെ സത്യം പറഞ്ഞാൽ മാഷിന്റെ ഒരു പേരക്കുട്ടിയുടെ ഒരു വാത്സല്യമായിരുന്നു മാഷ് എപ്പോഴും തന്നിരുന്നത്. മാഷ് അങ്ങനെ തന്നെ പറയുകയും ചെയ്തിരുന്നത്, എന്റെ ഒരു പേരക്കുട്ടിയുടെ പ്രായം ഇവൾക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പലർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ മാഷ കൂടെ നിങ്ങള് ആദ്യ സ്റ്റേജ് തിരുവനന്തപുരമാണെന്ന് പറഞ്ഞു. അപ്പം മലബാർ പിന്നെ പറയേണ്ടതില്ല. പക്ഷെ കേരളത്തിന്റെ അങ്ങോളം നിങ്ങളും ഒരുപാട് പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ടോ? കൂടുതൽ പ്രോഗ്രാംസും തലശ്ശേരി ആ ഭാഗങ്ങളിലായിട്ടുണ്ടാവും. എനിക്ക് അത് ഓർക്കാൻ കാരണം മാഷ്ക്ക് എല്ലായിടത്തും പ്രോഗ്രാം ഉണ്ട്. അന്നത്തെ കാലത്തൊക്കെ മാസത്തിൽ 30 ദിവസത്തിൽ ഒരു ദിവസം തന്നെ 2-3 പ്രോഗ്രാം ചെയ്ത സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട് അന്ന്. അപ്പോ 30 പ്രോഗ്രാം അല്ല എന്ന് അതിൽ തന്നെ ഊഹിക്കാലോ. പക്ഷെ എനിക്കെന്ന് വെച്ചാല് ഞാൻ ഈ വെക്കേഷനുകളിലാണ് പോവാ. ശനി ഞായർ അല്ലെങ്കിൽ ഓണം വെക്കേഷൻ, ക്രിസ്മസ് വെക്കേഷൻ, ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണ് ഞാൻ പ്രോഗ്രാമിന് പോണ സമയം. തലശ്ശേരി ഭാഗത്തൊക്കെ ഉള്ള കല്യാണ വീടുകളിലാണ് കൂടുതലായിട്ടും പ്രോഗ്രാംസ് ഉണ്ടാവുക. കല്യാണ വീടുകളിലെ പാട്ടുകൾ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് അത്തരം പ്രോഗ്രാംസ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുന്നുള്ള പ്രോഗ്രാമാണ്. എങ്കിൽ കൂടെ ആ മണവാട്ടിയുടെയും മണവാളന്റെയും പേര് വെച്ചിട്ടാണ് തലേ ദിവസം മാഷിന്റെ കൈപ്പടയിൽ എഴുതിയ പാട്ട് എല്ലാവർക്കും തരും. അത് പഠിച്ചോളണം, അത് ആരാണെങ്കിലും ശരി. അത് അവിടെ ചെറിയ കുട്ടി വലിയ കുട്ടി എന്ന വ്യത്യാസമൊന്നുമില്ല. പഠിക്കുന്ന സമയത്ത് പക്കയാണ്, ഭയങ്കര വളരെ സീരിയസ് ആണ് മാഷ്. അതേപോലെ ഒപ്പനയും ഉണ്ടാവുമല്ലോ. ഞാന് പ്രോഗ്രാമിന് ചെല്ലുന്ന സമയത്ത്, ഇപ്പൊ നാളെയാണ് പ്രോഗ്രാം എന്നുണ്ടെങ്കിൽ തലേ ദിവസം എത്തണം, ഇത്ര സമയത്തിനുള്ളിൽ എത്തിയിരിക്കണം, റിഹേഴ്സൽ സമയത്ത് എല്ലാവരും ഉണ്ടായിരിക്കണം. അപ്പൊ ചെല്ലുമ്പോ തന്നെ കാണുന്ന ഒരു രംഗം എന്ന് പറയുന്നത് ഈ ഒപ്പന കുട്ടികളെ ഇട്ടിട്ട് വട്ടം കറക്കുന്ന രംഗം കണ്ടിട്ടാണ് ഞാൻ ചെല്ലുക. നല്ല നല്ല ബഹളായിരിക്കും അവിടെ. വളരെ സീരിയസ് ആയ ഒരു മൂഡിലേക്കാണ് നമ്മൾ ചെല്ലുക. അത് കഴിഞ്ഞ് പിന്നെ ഈ പഠിക്കേണ്ട പാട്ടുകൾ. അപ്പോൾ അത്തരം സ്റ്റേജുകളിലുള്ള സ്ഥിരമായി പാടിയിരുന്ന ചില പാട്ടുകളാണൊന്ന്. മാനത്തെ പന്തലിൽ ഇന്നൊരാരംഭ കല്യാണം, ആനപ്പുറമേറി വരുന്നോരമ്പിളി മാമന് കല്യാണം, കൊട്ടുണ്ടേ കുഴലുണ്ടേ ഒപ്പന മുട്ടും പാട്ടുണ്ടേ, മലയാള പെൺകൊടിമാരുടെ കൈകൊട്ടിപ്പാട്ടുണ്ടേ. മാനത്തെ പന്തലിൽ ഇന്നൊരാരംഭ കല്യാണം, ആനപ്പുറമേറി വരുന്നോരമ്പിളി മാമന് കല്യാണം. ചാന്ദ് പാഷാബായിയുടെ ട്യൂണാണ്. അതുപോലെ മാനത്തെ വെള്ളാമ്പൽ താഴെ വിരിഞ്ഞതാണോ, മാലാഖയെങ്ങാനും പന്തലിൽ വന്നതാണോ. പിന്നെ ആ വീടിൻ്റെ പേര് വെച്ചിട്ടുണ്ട്. വീട്ടിലെ മിന്നും വിളക്കാണോ, മിസ്രിയിലെ റാണിയാണോ, അല്ല മണവാട്ടി, ആ പേര് അവിടെ വരും. ആ ലീഡ് അങ്ങനെയാണ്, ആ പാട്ടിന്റെ ലീഡ് വോയിസ് അങ്ങനെയാണ് പോവുക. അതിന്റെ കൂടെ തന്നെ കോറസ്. അതിലൊരു പ്രത്യേകത എന്താ ചോദിച്ചാല്, ഇന്ന ആളാണ് ലീഡ്, ഇന്ന ആളാണ് കോറസ് എന്നൊന്നും അങ്ങനെയൊന്നും പറയുന്നില്ല. എല്ലാവരും പഠിച്ചിരിക്കണം ഫുൾ പാട്ട്. അതുകൊണ്ടാണ് നമുക്ക് മാഷ ട്രൂപ്പില് പാടിയിരുന്ന ഒട്ടുമിക്ക പാട്ടുകളും എല്ലാവർക്കും അറിയും. കാരണം എല്ലാവരും ഇരുത്തി പഠിപ്പിക്കുക ചെയ്യാം. ഇപ്പോൾ പാഷാബായി ആണെങ്കിലും ഒരു ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരുത്തി
ഒരു മെയിനായിട്ടും ഒരു 4 സിംഗേഴ്സ് സ്ഥിരമായിട്ടുണ്ടാവും. അപ്പോൾ 4 പേരെ ഇരുത്തും. എന്നിട്ട് അത് നമ്മളിങ്ങനെ കാണുകയാണ്, അവർ ട്യൂൺ ചെയ്തെന്നു, നമ്മളെ പഠിപ്പിക്കണു. അപ്പോൾ പാഷഭായി ആണെങ്കിലും അതെ, കൃഷ്ണേട്ടനാണെങ്കിലും അതെ, അബൂട്ടി മാഷ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ. കല്യാണ വീടുകള്, സ്റ്റേജുകള്, പിന്നീട് ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ വിദേശ സ്റ്റേജുകളിലേക്ക് പോയിട്ടുണ്ടോ, പ്രത്യേകിച്ചും ഗൾഫ് കൺട്രീസിൽ? ആ അനുഭവങ്ങൾ എന്താണ്? വിദേശത്തേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം കപ്പൽ യാത്രയായിരുന്നു, ലക്ഷദ്വീപ് യാത്ര. നരസിംഹറാവു ആയിരുന്നു അന്നത്തെ പ്രൈം മിനിസ്റ്റർ. അദ്ദേഹം അവിടെ വിസിറ്റ് ചെയ്ത സമയത്താണ് മിനിക്കോയ് ദ്വീപിലേക്ക് മാഷിന്റെ ട്രൂപ്പില് ഞാന് ആയിരുന്നു അന്ന് ചെറിയ കുട്ടി. ലീഡായിട്ട് നിസത്ത, മുക്കം സാജിത്ത, റംല ബീഗം, ഇത്രയും പേര് ലീഡായിട്ടുള്ള ആളുകള്. പിന്നെ മാഷ്, പിന്നെ ഒപ്പന ഉണ്ടായിരുന്നു, ഒപ്പന ദഫ്. അന്ന് അവിടുത്തെ കുറെ അപ്പങ്ങളെ കുറിച്ചിട്ടൊക്കെ ഉള്ള പാട്ടുകൾ എഴുതിയിട്ട് ബിസ്സഫം കിരുഫുള്ളി ഹക്കരുഫുള്ളി കീനത്ത് സൽക്കാരം പൊടി പൊടിച്ചേ മനസ്സെല്ലാം കോരിത്തരിച്ചേ. ആ രീതിയിൽ ചില അപ്പങ്ങളുടെ പേരുകളൊക്കെ വെച്ചിട്ട്, പിന്നെ അതേപോലെ തന്നെ നരസിംഹറാവുവിനെ സ്വീകരിച്ചുകൊണ്ടുള്ള മലരണിഞ്ഞ മലമേടും കടന്ന് മധുരസം നുകർന്ന് മനസ്സുകൾ വിടർന്ന് മലനാടിൻ മണിമക്കൾ വസിക്കുന്ന എന്ന് പറഞ്ഞിട്ടുള്ള സെയിം പാട്ട് തന്നെ ഗൾഫ് പ്രോഗ്രാമിന് പോകുമ്പോഴും മരുഭൂവിൽ ഞങ്ങൾ വരുന്നേ. പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. എവിടെയാണോ നമ്മൾ പോണത് ആ സ്ഥലത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവരെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പാട്ടോടെ ആയിരിക്കും തുടക്കം ഉണ്ടാവുക. പിന്നെ അവിടെ പോയപ്പോഴുള്ളൊരു ഏറ്റവും ഇതായിട്ടുള്ള അനുഭവം എന്ന് വെച്ചാൽ കപ്പൽ യാത്ര ഇപ്പോഴും ആലോചിച്ചൂടാ, അത്രമാത്രം ഛർദിച്ചു കൂട്ടിയിട്ടുണ്ട് എല്ലാവരും. ഞാൻ 7ാം ക്ലാസ്സിലാണ് ആദ്യ കപ്പൽ യാത്ര. അതെ അതെ, കപ്പലില് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. തിരിച്ചു വരുന്ന സമയത്ത് അവിടെ പോയിട്ട് 2-3 പ്രോഗ്രാംസ് ചെയ്തു. പിന്നെ ലക്ഷദ്വീപിലുള്ള ആളുകളുടെ ഒരു പ്രത്യേകതയാണല്ലോ, വളരെ സ്നേഹമുള്ള ആളുകളായിരിക്കും. ഞാൻ അന്ന് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ട് എത്രയോ വർഷം കഴിഞ്ഞ് 2010 ഞാൻ അവിടെ വീണ്ടും പോയിരുന്നു. ആ പോയ സമയത്ത് പ്രോഗ്രാമിന് എടപ്പാൾ ബാപ്പുക്കയുടെ കൂടെ പ്രോഗ്രാമിന് പോയിരുന്നു. അന്ന് അവര് നമ്മളെ ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തിരിച്ചു ചെന്നപ്പോഴും ഇഷ്റത്ത് പണ്ട് വിയൻകുട്ടി മാഷ കൂടെ വന്ന കുട്ടിയാണോ എന്നപ്പോ അത്ര മാത്രം അവരുടെ മനസ്സിൽ നമ്മളുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു സ്നേഹം ഒക്കെയാണ്. അങ്ങനെ റംലത്തയും ഞാനും കൂടിയിട്ട് അന്ന് കജ്ര മുഹബത്ത് വാല എന്നുള്ള പാട്ട് പാടി. കജ്ര മുഹബത്ത് വാല അഖിയോं में ऐसा डाला कजरे ने ले ली मेरी जान हाय रे मैं तेरे कुर्बान दुनिया है मेरे पीछे लेकिन मैं तेरे पीछे अपना बना ले मेरी जान हाय रे मैं तेरे कुर्बान आई हो कहाँ से गोरी आँखों में प्यार लेके आई हो कहाँ से गोरी आँखों में प्यार लेके चढ़ते जवानी के ये पहली बहार लेके दिल्ली शहर का सारा मीना बाजार लेके दिल्ली शहर का सारा मीना बाजार लेके झुमका भरेली वाला कानों में ऐसा डाला झुमके ने ले ली मेरी जान हाय रे मैं तेरे कुर्बान कजरा मोहब्बत वाला. അതിനുശേഷം പിന്നീട് ഗൾഫ് യാത്ര കിട്ടി. അതും ഈ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്. 7ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ. ആ അനുഭവം എങ്ങനെയാണ്? ഗൾഫ് ട്രിപ്പ് UAE പോകുന്നത് അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. ഒന്ന് മാഷ്, നിസാമോള്, അന്ന് സാജിത്ത ഉണ്ടായിരുന്നില്ല, കുറച്ചു കാലം ട്രൂപ്പിൽ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് നിസാമോളായിരുന്നു നയിച്ചിരുന്നത്. അപ്പോ നിസത്ത, പിന്നെ ഒരു ഫൗസീത്ത ഉണ്ടായിരുന്നു വയനാടുള്ള, പിന്നെ റംല ബീഗം, പിന്നെ ഒരു പ്രഭാകരേട്ടൻ, തമിഴൊക്കെ പാടുന്ന പ്രഭാകരേട്ടൻ, അദ്ദേഹം ഋതം വായിക്കുന്ന ആളുകൂടെയായിരുന്നു. പിന്നെ ഓർക്കസ്ട്ര ടീം. ഇങ്ങനെയാണ് ഞങ്ങൾ പോണത്. ഞങ്ങളുടെ സ്പോൺസർ ഒരു സലാംക്കായിരുന്നു, മാഷിന്റെ തന്നെ ഒരു നൈബറായിട്ട് വരും പുളിക്കലുള്ള. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, 1-2 പ്രോഗ്രാമിനാണ് നമ്മൾ പോണത്. ചെന്നപ്പോ അവിടുത്തെ ഒരു പ്രോഗ്രാമിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ മാഷിന്റെ ഗാനമേള, വിയൻകുട്ടി നയിക്കുന്ന ഗാനമേള, അത് കഴിഞ്ഞാൽ റംലത്തയുടെ
കഥാപ്രസംഗം, പിന്നെ എൻ്റെ ഡാൻസ്. അപ്പൊ അതൊരു പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്. ഇഷ്റത്ത് വെറും പാട്ടുകാരി മാത്രമല്ല, ചെറുപ്പകാലം തൊട്ട് തന്നെ ശാസ്ത്രീയമായി നൃത്തം അഭ്യസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിയൻകുട്ടി മാഷ് ട്രൂപ്പില് ഈ പരിപാടികൾക്കിടയിൽ നൃത്തം കൂടി ചെയ്യാൻ വിയൻകുട്ടി മാഷ് അവസരം തന്നു എന്നുള്ളതാണ്. കാരണം ഉണ്ടായത് എന്താന്ന് വെച്ചാല്, നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലുകളിലൊക്കെ സ്ഥിരമായിട്ട് നൃത്തത്തിന് പ്രൈസ് കിട്ടുമ്പോൾ മാഷ് ഇങ്ങനെ ചെല്ലുമ്പോൾ ചോദിക്കും, യൂത്ത് ഫെസ്റ്റിവൽ കഴിയുമ്പോൾ എന്താ നിനക്ക് എന്തൊക്കെയാ പ്രൈസ് കിട്ടിയത് ചോദിക്കുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഡാൻസ്, അപ്പൊ നീ ഡാൻസ് ചെയ്യോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ദിവസം ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോൾ അവർക്കൊക്കെ വലിയ ഇഷ്ടമായി. പിന്നെ എൻ്റെ ഡാൻസിന്റെ ഒരു അന്നത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കൃഷ്ണകുമാരി ടീച്ചർ എന്ന് പറയും, പാലക്കാടുള്ള. ഇപ്പോഴും അവരുണ്ട്, പല ഫിലിമിലും ടെലിഫിലിംസിലൊക്കെ. ഇപ്പോഴും 80 വയസ്സൊക്കെ ആവാനായി. ഇപ്പോഴും വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ്. ടീച്ചറിന്റെ പാട്ട് സൂപ്പർ, ഒരു വല്ലാത്തൊരു സിംഗറുമാണ്. ടീച്ചർ തന്നെയാണ് എഴുതുക, ടീച്ചർ തന്നെ മ്യൂസിക് ചെയ്യുക, പാടുകയും ചെയ്യുക. മാഷ്ക്ക് അവരെ പാട്ടും വലിയ ഇഷ്ടമായി. അങ്ങനെ അത് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡ് ചെയ്ത് അരിക്കാരി എന്ന് പറയുന്ന ഒരു ഡാൻസ്, ഫോക്ക് ഡാൻസ് ആണ്. സാധാരണ മാഷ് പ്രോഗ്രാമുകൾ എന്ന് പറഞ്ഞാൽ ഒപ്പന അങ്ങനെയൊക്കെയാണല്ലോ, അതാണ് പിന്നെ ഗൾഫിൽ ചെയ്തത്. അതെ അതെ. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാഷ് പറഞ്ഞ ഇപ്രാവശ്യം നമുക്ക് ഡാൻസ്, ഇവിടെ ഡാൻസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെയാ പോണത്. അപ്പോ നമ്മുടെ സ്പോൺസർ പറഞ്ഞൊരു കാര്യം, ഇവര് വന്ന് എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് എന്റെ ഉള്ളൊന്ന് പെടഞ്ഞു. കാരണം ചെറിയൊരു പെൺകുട്ടി, നിസത്തെയും വലിയ കാണാനും മാത്രമുള്ള സൈസ് ഒന്നുമില്ല, ഒരു മെലിഞ്ഞൊരു വേറൊരു പെൺകുട്ടി, പിന്നെ മാഷ് എന്താവും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു രംഗം. അങ്ങനെ 2 പ്രോഗ്രാമിന് പോയി ഞങ്ങള് 15 പ്രോഗ്രാം ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത്. അത് അതെ അതെ, അത് മാഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മാഷ് മരിക്കുന്നതിന് കുറച്ച് മുന്നേ ഞാൻ കാണാൻ വേണ്ടി പോയിരുന്നു. അന്ന് മാഷ്ക്ക് അങ്ങനെ ഓർമ്മയൊക്കെ ഒരു വല്ലാത്തൊരവസ്ഥയിലുള്ള സമയം. എങ്കിൽ കൂടെ മാഷ് അന്ന് പറഞ്ഞ ഒരു കാര്യം, ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ചെയ്ത ഒരു ഷോ ആയിരുന്നു അതായിരുന്നു. മാഷിന്റെ ജീവിതത്തിൽ തന്നെ ഗൾഫ് പ്രോഗ്രാമിന് പോയിട്ട് ഏറ്റവും കൂടുതൽ പ്രോഗ്രാംസ് ചെയ്തത് അതായിരുന്നു. പിന്നെ എന്ന് വെച്ചാല് ഇന്നെന്ന് പറഞ്ഞാല് ഗൾഫ് ട്രിപ്പ് എന്ന് പറഞ്ഞ ഒരു പുതുമയല്ല, ഒരു സിംഗറെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഒരു പുതുമയായിട്ടില്ല. അന്ന് നമ്മൾ ഗൾഫ് പോവാന്ന് പറഞ്ഞാൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു വിവരം ഇല്ലല്ലോ. നമുക്കൊരു കോൾ ചെയ്യാന് വീട്ടിൽ ഫോൺ ഉണ്ടാവില്ല, അടുത്ത എവിടെയെങ്കിലും ഒരു വീട്ടിലായിരിക്കും ഫോൺ ഉണ്ടാവുക. അവിടെ ചെന്നാലും തന്നെ ഈ കോയിനിട്ട് വിളിച്ച് ഒന്ന് ഡയൽ ചെയ്ത് ഹലോ പറയണമെങ്കിൽ നമ്മള് കിട്ടുന്നത് ഒരു ഭാഗ്യം പോലെയാണ്. അതൊക്കെ ഒരു വല്ലാത്ത ടെൻഷനും ഒക്കെയാണ്. പിന്നെ കത്തെഴുതുക ചെയ്യാം, അവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് ഉപ്പയുടെ ഉമ്മയുടെയൊക്കെ കത്ത് വരുന്നത് തന്നെ ഇങ്ങനെ കാത്തിരിക്കും. അപ്പൊ ഈ ഒരു മാസമാണെങ്കിൽ കൂടെ കത്തുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും. എന്നാൽ കത്ത് വായിക്കാൻ ഒരു താല്പര്യമായിരുന്നു. എന്നിട്ട് കത്തെല്ലാരും വായിച്ച് കേൾപ്പിക്കുക, അതൊക്കെയായിരുന്നു അന്നത്തെ എൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത്. അന്നത്തെ ഓഡിയൻസിൽ മലയാളികളല്ലാതെ പ്രത്യേകിച്ച് ഹിന്ദിക്കാരും പാകിസ്ഥാനിലും ഒക്കെ ഉണ്ടാവില്ല. അപ്പൊ അവിടെ ഒരുപക്ഷെ ഇഷ്റത്തിന് കൂടുതൽ ശോഭിക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു അനുഭവം എന്താണ്? മനെ ഡോലേ മേരാ തനെ ഡോലേ മേരെ ദിൽ കാ ദയാ करार रे कौन बजाए बांसुरिया मन डोले मेरा तन डोले मेरे दिल का दया करार रे कौन बजाए बांसुरिया मधुर मधुर सपनों में देखे मैंने राह नवेली थोड़ी चली मैं लाज का पहरा जाने कहाँ अकेली चली मैं जाने कहाँ अकेली रस को ले दिन यूं को ले तेरा होके रहा सितार रे कौन बजाए बांसुरिया. ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് അതിന്റെ ഓർക്കസ്ട്രേഷൻ ഫുൾ ഒരു പാമ്പിന്റെ മ്യൂസിക് ആണ്. അത് വല്ലാത്തൊരു ഇഫക്റ്റ് ആണ് ആ പാട്ട്. ഖത്തറിൽ സ്റ്റേജിൽ പാടി കഴിഞ്ഞപ്പോ ഒരു ലോങ് മാൻ, ഒരു പാകിസ്ഥാനി വന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കിടന്ന റാഡോ വാച്ച് അതെ ഒരുയിട്ട് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നു. പിന്നെ നോട്ടുമാലകളൊക്കെ ഇഷ്ടംപോലെ കിട്ടിയിരുന്നു. ഉപ്പയുടെ ജ്യേഷ്ഠനും മക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവര് പ്രോഗ്രാം കാണാൻ വന്നിരുന്നു. അപ്പൊ അവര് ഉപ്പയോട് ചോദിച്ചൊരു ചോദ്യം, ആ വീട് പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും.
കാരണം അത്രയ്ക്കധികം. പിന്നെ ഈ അരിക്കാരി ഡാൻസ് കളിക്കുന്ന സമയത്ത് ഒരു കൊട്ടയായിട്ടാണ് നമ്മള്, ഒരു കൊട്ടയും ഒരു കുട്ടിയും, അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കൊട്ട ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഫോക്ക് ഡാൻസിന്റെ ഒക്കെ ഒരു ശൈലിയാണല്ലോ, അതൊരു സൈഡിൽ വെക്കും, എന്നിട്ടാണ് ഡാൻസ്. ഈ ഡാൻസ് കഴിയുമ്പോഴേക്കും ആ കൊട്ട നിറഞ്ഞിട്ടുണ്ടാവും. തള്ളല്ല, സത്യമായിട്ട് പറയാണ്. കാരണം അത്രമാത്രം ഓഡിയൻസിന് അത്ര ഇഷ്ടമായിരുന്നു. പിന്നെ അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്, അങ്ങനെ കിട്ടുന്ന ഈ കാശ് നിങ്ങൾ വീതിക്കോ അല്ലെങ്കിൽ അങ്ങനെയല്ല, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അങ്ങനെ കിട്ടുന്ന കാശ് നമ്മള് മാഷോട് ഇപ്പൊ ഇന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതെനിക്ക് വേണം എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങും, നമ്മളത് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പറയേ, അങ്ങനത്തെ ഒരു രീതിയല്ല. പക്ഷെ അതിന് പകരം എന്താ ഉണ്ടാവുക വെച്ചാല് മാഷ് നമ്മളെയും കൊണ്ട് ചിലപ്പോ ജ്വല്ലറിയിലേക്ക് പോകും, എന്നിട്ട് ഗോൾഡ് വാങ്ങിത്തരും. ഒരു 1.5 പവന്റെ ചെയിന് ഒരു പ്രോഗ്രാമിന് പോകുമ്പോ മാഷ് ഞങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങി, 3 പേർക്കും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോ നമ്മുടെ ലുലു ഗ്രൂപ്പിന്റെ വലിയ ആളാണ് യൂസഫ് അലിക്ക, അതുപോലെ അന്ന് ഗൾഫാർ മുഹമ്മദ് അലി, അദ്ദേഹത്തിന്റെ വീട്ടില് ഞങ്ങൾ പ്രോഗ്രാമിന് പോയി. പോരുമ്പോ ഒരു വൈഫ് എനിക്കും നിസത്തേക്കൊക്കെ ഓരോ ഗിഫ്റ്റ് തന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എനിക്കൊരു ഗോൾഡിന്റെ കമ്മലായിരുന്നു. ഇതൊക്കെ നമുക്ക് തരുന്നത് മാഷ വഴിയാണല്ലോ. പ്രോഗ്രാം കഴിയുമ്പോഴേക്കും നമുക്ക് കൊണ്ടുവരാൻ കുറെ സാധനങ്ങൾ ഉണ്ടാവും, ഗിഫ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മള് ഗൾഫ് പ്രോഗ്രാംസും ഇതൊക്കെ കാണുമ്പോൾ ഷോസ് ഇങ്ങനെ നടക്കണു, ആളുകൾ പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു, പെർഫോമൻസ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഓഡിയൻസ് ക്ലാപ്പ് മാത്രമേ ഉള്ളൂ. ഇതല്ല, ഇത് ഓഡിയൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും സ്റ്റേജിലേക്ക്. അതെ, ഒന്നെങ്കിൽ നോട്ടുമാലയായിട്ട് അല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട്. അപ്പൊ അവര് പാക്ക് ചെയ്ത് റെഡി ആയിട്ടാ വരിക. എങ്ങനെയാ അവർക്ക് ഇത് അറിയുന്നത് മനസ്സിലാവില്ല. നമുക്ക് നമ്മുടെ പ്രായത്തിനനുസരിച്ച് ഡ്രസ്സ് പോലും അവര് അങ്ങനെ ചിലപ്പോ അപ്പൊ പോയി വാങ്ങുന്നതായിരിക്കും. പ്രോഗ്രാം തുടങ്ങി ചിലപ്പോ പുറത്തു പോയിട്ടൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നതായിരിക്കും. പിന്നെ ഡാൻസ് എല്ലാവരും അങ്ങോട്ട് സ്വീകരിച്ചു. ആ ഡാൻസിന്റെ ഒരു ഇഷ്ടം കൊണ്ട് പിന്നെ സ്പോൺസർ അനൗൺസ് ചെയ്യുമ്പോൾ അരിക്കാരി അമ്മൂന്നാണ് അനൗൺസ് ചെയ്യുന്നത്. ആ ഒരു ലെവലിലേക്ക് എത്തി. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഡാൻസ് ടീച്ചേഴ്സ് എൻ്റെ അടുത്ത് വന്നിട്ട് ആ ഡാൻസ് പഠിച്ചു പോയിട്ടുണ്ട്, അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ബേബി ഇഷ്റത്ത് പിന്നീട് 8ാം ക്ലാസ് എത്തി, 9ാം ക്ലാസ്, 10ാം ക്ലാസ് എത്തി. 10ാം ക്ലാസ് എത്തിയപ്പോഴാണോ ട്രൂപ്പിൽ നിന്ന് മാറി നിന്നത്? 10ാം ക്ലാസ് എക്സാം ഒക്കെ ആയപ്പോ പഠനം കുറച്ച്, അതുവരെ പഠനം ഇല്ലല്ലോ പ്രോഗ്രാം. സത്യം പറഞ്ഞാൽ 10ാം ക്ലാസ്സിന്റെ തുടക്കത്തിൽ ഞാൻ ഗൾഫ് പ്രോഗ്രാമില്ല. തുടക്കം കഴിഞ്ഞൊരു 2-3 മാസം കഴിയുമ്പോഴാണ് സ്കൂളിലേക്ക് എത്തുന്നത്. സ്കൂളിലേക്ക് എത്തിയപ്പോ അന്നത്തെ കാലത്ത് ഒരു സെലിബ്രിറ്റി ആയിട്ടാണ് സ്കൂളിലേക്ക് വരുന്നത്. ഗൾഫ് ബാഗും ഗൾഫ് ഡ്രസ്സും ഒക്കെ ഇട്ടിട്ട് ഒരു വല്ലാത്തൊരു, സ്കൂളിലെ മെജോറിറ്റി കുട്ടികളും എൻ്റെ ക്ലാസ് റൂമിൽ എന്തോ ഒരു കാഴ്ച വസ്തു പോലെ ഇങ്ങനെ കാണാൻ വന്നതൊക്കെ, ടീച്ചേഴ്സ് ഇപ്പോഴും അവരെ കൺട്രോൾ ചെയ്തതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡ്രസ്സിങ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നപ്പോൾ രസമായിരുന്നു. അപ്പൊ SSLC കഴിഞ്ഞു, നല്ല മാർക്ക് വാങ്ങി, പ്രീ ഡിഗ്രിക്ക് ചേർന്നു, സെക്കൻഡ് ഗ്രൂപ്പ് ആയിരിക്കും ചേർന്നിട്ടുണ്ടാവുക. അപ്പൊ ആ സമയങ്ങളിൽ സംഗീതം എങ്ങനെ പോയിരുന്നു? സംഗീതം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ക്ലാസിക്കലായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. മാസ്റ്റർ ട്രൂപ്പിൽ പോകുമ്പോഴും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ഞായറാഴ്ചകളും, അന്ന് ഞായറാഴ്ചകൾ വളരെ ബിസിയാണ്. പിന്നെ രാവിലെ ആയി കഴിഞ്ഞാൽ രാവിലെ പാട്ട് ക്ലാസ്സിന്, പാട്ട് ക്ലാസ് കഴിഞ്ഞ് ഉച്ചക്ക് ഡാൻസ് ക്ലാസ്, അങ്ങനെ വൈകുന്നേരമാണ് വീട്ടിലെത്തുള്ളൂ. അപ്പോൾ അതങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നു. ഒരു ഡിഗ്രി വരെ കണ്ടിന്യൂ ചെയ്തു പാട്ട്. അപ്പുക്കുട്ടൻപിള്ള എന്ന് പറയുന്ന മാഷായിരുന്നു, അദ്ദേഹമായിരുന്നു എന്റെ ഗുരു. 10th കഴിഞ്ഞ് ഡിഗ്രി വരെ സംഗീതം പഠിക്കുമ്പോൾ സ്റ്റേജ് പ്രോഗ്രാം ആ കാലയളവിൽ ചെയ്യാറുണ്ട്. മാഷ ട്രൂപ്പിൽ പോയതോടുകൂടെ നമ്മൾ അവിടെയൊക്കെ അതൊരു ഫേമസ് ആയി. അപ്പൊ അതുകൊണ്ട് പല പ്രോഗ്രാം, ഇപ്പൊ വണ്ടൂർ എന്ത് പ്രോഗ്രാം വന്നാലും അവര് വിളിക്കും. ചിത്ര ചേച്ചിയുടെ പ്രോഗ്രാം ഒക്കെ വന്ന സമയത്ത് പാടിയിരുന്നു. അതുപോലെ വേണുഗോപാൽ സാറിന്റെ സ്റ്റേജില്, അതെ അതെ, അന്ന് അവിടെ പ്രോഗ്രാം നടത്തുമ്പോ എനിക്കൊരു ആദരവ് ഒക്കെ തരും. അന്ന് ഗോൾഡ് മെഡല് ക്യാപ്റ്റൻ രാജു ഒരു ഗോൾഡ് മെഡൽ എനിക്ക് അണിയിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വണ്ടൂര്, കാരണം വണ്ടൂർക്കാരുടെ ഒരു ഇപ്പോഴും അതെ, ഇപ്പോഴും അതെ, നമ്മുടെ പേരിൽ തന്നെ വണ്ടൂർ ഇഷ്റത്ത് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും. വണ്ടൂർ എന്ന പ്രദേശത്തിന് ശരിക്കും പറഞ്ഞാൽ നമ്മള് അങ്ങോട്ട് ആദരിക്കണം അല്ലേ? കാരണം അത്രയും കലാകാരന്മാർക്ക് അത്രയും വലിക്കോട്ടിലിന്റെ നാടല്ലേ. അതെ, വിയൻകുട്ടി മാഷ് സമൂഹം അറിയപ്പെടുന്നത് മാപ്പിളപ്പാട്ടിന്റെ രാജാവ് എന്നുള്ള രീതിയിലാണ്. എന്നാൽ അവിടെയുള്ള മറ്റുള്ള ആളുകൾ, ഇപ്പം പിന്നെ നിസമോള് പറഞ്ഞു, സാജിദ പറഞ്ഞു, പിന്നെ ഫസീലത്ത് ആണെങ്കിലും അങ്ങനെ ആ ടീമുകളൊക്കെ തന്നെയും ഫൗസിയ പറഞ്ഞു, വയനാട് ഒക്കെ മാപ്പിളപ്പാട്ടിന്റെ ആളുകളാണ്. ഇഷ്റത്ത് പിന്നീട് എപ്പോഴോ വഴിമാറി, പിന്നീട് എപ്പോഴോ തുടക്കം മുതൽ തന്നെ വഴിമാറിയിട്ടാണ്
മാപ്പിളപ്പാട്ടിന്റെ ആളായിട്ടല്ല, ഇപ്പോഴും ഗസലുമായിട്ടാണ് കൂടുതൽ ബന്ധമുള്ളത്. എങ്ങനെയാണ് ആ ഒരു രീതിയിലേക്ക് പോയത്? होठों से छू लो तुम मेरे गीत अमर कर दो, बन जाओ मीत मेरी प्रीत अमर कर दो, होठों से छू लो तुम मेरे गीत अमर कर दो, ना उम्र की सीमा हो ना जन्म का हो बंधन, जब प्यार करो कोई जो देखे केवल मन, नई रीत के चल कर तुम ये रीत अमर कर दो, संगीत अमर करके मेरे गीत अमर कर दो, होठों से छू लो तुम मेरे गीत अमर कर दो। മാഷിന്റെ ട്രൂപ്പിൽ സ്ഥിരമായി പാടിയിരുന്ന കുത്തുബ് ശുഹദാക്കളിലും ബന്ധ എന്ന പാട്ടാണ് എന്നെ ആദ്യമായിട്ട് സ്റ്റേറ്റ് യുവജനോത്സവത്തിലെ വിന്നറാക്കുന്നത്. പിറ്റത്തെ വർഷം ഗസലിലും എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുകയുണ്ടായി. അപ്പൊ അങ്ങനെ ഗസലുകൾ ഇങ്ങനെ കേട്ടപ്പോ അതേ ഈ ഹിന്ദി പാട്ടുകൾ പാടിയിട്ടാണല്ലോ പ്രോഗ്രാമുകളിൽ. അപ്പൊ ഗസൽ ഇങ്ങനെ കേട്ടു തുടങ്ങിയപ്പോ അതിലെ കണ്ടന്റും അതിലെ അർത്ഥങ്ങളും ഇപ്പൊ ഉറുദു മാഷാണ്. അപ്പൊ നമ്മളൊരു പാട്ട് പാടുമ്പോ അതിന്റെ അർത്ഥം അറിഞ്ഞു പാടുമ്പോൾ കുറച്ചും കൂടി ഒരു ലയം ഉണ്ടാവും. അങ്ങനെയാണ് ഗസലുകൾ കൂടുതൽ പഠിക്കാൻ തുടങ്ങി. പിന്നീട് ഗസൽ പ്രോഗ്രാമുകളിലേക്ക് അങ്ങനെ മാറാൻ തുടങ്ങി. അന്നത്തെ റെക്കോർഡിംഗ് അനുഭവങ്ങൾ, അത് പ്രത്യേകിച്ചും അന്നത്തെ കാലത്ത് കാസറ്റുകൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടാവും, സ്വന്തമായിട്ട് പാടിയ പാട്ടുകൾ ഉണ്ടാവും. അതിൽ പ്രധാനമായിട്ട് ഓർക്കുന്ന പാട്ടുകൾ ആരുടെ കൂടെയൊക്കെയാണ് പാടിയത്? അന്ന് ഫസ്റ്റില് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ മാഷ് തന്നെയാണ് പാടിപ്പിക്കുന്നത്, വിയൻകുട്ടി മാഷ് തന്നെ. മണിമഞ്ചം എന്ന് പറയുന്ന ഒരു കാസറ്റിലാണ് ബക്കർ മാഷിന്റെ ആമിന ബീവിക്കാരമ്പപ്പൂ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടോടെയാണ്, ഒരു നബി മദ്ഹ് ഗാനത്തോടെയാണ് ആദ്യമായിട്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോ എക്സ്പീരിയൻസ്. അന്ന് കോഴിക്കോട് മ്യൂസിക് സിറ്റി വെച്ചിട്ടായിരുന്നു. അന്ന് എനിക്ക് പാടാൻ വേണ്ടി ഒരു സ്റ്റൂൾ പോലെ എന്തെങ്കിലും ഇട്ട് തരും, എന്നിട്ടാണ് അത് ഇങ്ങനെ പാടിയിരുന്നത്. റെക്കോർഡിങ്ങിന് കൂടുതൽ അവസരം തന്ന ആള് എന്നുള്ള രീതിയിൽ ഞാൻ എന്നും ബഹുമാനത്തോടെ കാണുന്ന ആളാണ് നമ്മുടെ OM കരുവാരുണ്ട് മാഷ്. മാഷ് നമ്മുടെ നാട്ടുകാരൻ കൂടിയാണ്. ആ ഒരു സ്നേഹം മാഷിനെ ഞാൻ കാണുന്നത് വിയൻകുട്ടി മാഷ ട്രൂപ്പിൽ വെച്ചിട്ടാണ്. +2 സമയത്ത് മാഷിന്റെ വർക്ക് തന്നെ അത് മുഹസിൻ കുരിക്കളുടെ, മഞ്ചേരി മുഹസിൻ കുരിക്കളുടെ ഒരു വർക്കിലാണ് ഞാൻ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു മാതളക്കനി എന്ന് പറയുന്നത് ഒരു കാസറ്റ്. IP സിദ്ദീഖ് ആയിരുന്നു അതില് ലീഡ് ഒന്ന് പാടിയിരുന്നത്. പിന്നെ എന്റെ പാട്ട്, പിന്നെ അനിയനും പാടി. അങ്ങനത്തെ ഒരു വർക്കാണ്. അതിനുശേഷം OM മാഷ് കുറേ വർക്കുകൾ കാണും. ചിത്ര ചേച്ചിയുടെ കൂടെ, മാർത്തോ സാറിന്റെ കൂടെ, ഷെരീഫ്കയുടെ കൂടെ. ചിത്ര ചേച്ചിക്ക് വേണ്ടി ട്രാക്ക് പാടിയ അനുഭവം എന്തായിരുന്നു? ചിത്ര ചേച്ചിയുടെ കൂടെ ഒപ്പന പാട്ടുകളുടെ കുറേ കാസറ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അതിലൊരു ഹൈലൈറ്റ് എടുത്ത് പറയാനുള്ളത് മുഹീദ്ദീൻ മാല കാസറ്റ് ആക്കിയത് OM മാഷ് ഇപ്പോഴും പറയും അതൊരു ചരിത്ര സംഭവമാണ് എന്നുള്ളത്. അത് ചിത്ര ചേച്ചി പാടിയ കേൾക്കുന്ന വേണം, അത്ര മനോഹരമായിട്ടാണ് പാടിയിട്ടുള്ളത്. അപ്പം അത് പാടാൻ വേണ്ടിയിട്ട് ചിത്ര ചേച്ചിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാസറ്റ് മാഷിൻ്റെ വീട്ടിൽ വന്ന് ഓരോ ട്യൂണും അങ്ങനെ മാറിയാണ് ആ ട്യൂണ് വരുന്നത്. 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നതാണല്ലോ മുഹീദ്ദീൻ മാലയിൽ. അല്ലാ തിരുപ്പേരും സ്തുതിയും സലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ. അപ്പൊ ആ പാട്ട് മുഴുവനായിട്ടും ഏതെല്ലാം ട്യൂണ എവിടെയാണോ അത് മാറുന്നത് ആ ഫുൾ കംപ്ലീറ്റ് ഞാനാണ് പാടിയിട്ട് കൊടുത്തത്. അപ്പൊ അത് ചേച്ചിക്ക് കൊടുത്ത് അത് കേട്ട് പഠിച്ചിട്ടാണ് ചേച്ചി അത് പാടുന്നത്. അപ്പൊ മാഷോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ കുട്ടി നന്നായിട്ട് പാടിയിട്ടുണ്ടല്ലോ. അപ്പൊ അതൊരു വലിയ അനുഭവമായിരുന്നു. അപ്പൊ മാഷനോട് വന്ന് പറഞ്ഞു ചിത്ര ചേച്ചി എന്നോട് പ്രത്യേകം അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു.
സംഗീത ജീവിതത്തിൽ ആരൊക്കെ ഓർക്കുന്നുണ്ട് ഇപ്പോഴും? ഇപ്പൊ നമുക്കൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അവരുടെ ഒരു ഗുരുത്വവും അല്ലെങ്കിൽ അവർ തന്നിട്ടുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ. മാഷ ട്രൂപ്പില് ഫസ്റ്റ് തന്നെ ഗുരുനാഥൻ എന്നുള്ള രീതിയിൽ അപ്പുകുട്ടൻപിള്ള മാഷാണ് എൻ്റെ ഗുരുനാഥനായിട്ട് ആദ്യമായിട്ട് ഞാൻ ഓർക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഗുരുവായിട്ട് വി എം കുട്ടി മാഷാണ്. വി എം കുട്ടി മാഷാണ് പല ടൈപ്പ് നമ്മൾ ഏത് പാട്ട് പാടണം എന്നുള്ളത് തീരുമാനിച്ചത് മാഷാണ്. കാരണം റൈറ്റ് ട്രാക്ക് തന്നെയായിരുന്നു അത്. പിന്നെ ചാന്ദ് പാഷാബായി ത്രൂ ഔട്ട് എപ്പോഴും മാഷിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. പിന്നെ കൃഷ്ണേട്ടൻ്റെ പാട്ടുകൾ വളരെ ഗസൽ മൂഡുള്ള പാട്ടുകളായിരിക്കും. വടകര കൃഷ്ണദാസേട്ടൻ്റെ അന്നേ കൃഷ്ണേട്ടൻ്റെ പാട്ടുകളോട് എനിക്ക് കൂടുതൽ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇപ്പം എനിക്ക് തോന്നാറുണ്ട് അന്നെ ചിലപ്പോൾ ഗസലിനോടുള്ള ഒരു ഇത് ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കും. അപ്പോൾ കൃഷ്ണേട്ടൻ്റെ ഊത്തുപള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കുകയാണ് നീലമേഘം കോന്തലയ്ക്കൽ നീ എനിക്കാ കെട്ടിയ നെല്ലിക്ക കണ്ട് ചുരൽ വീശിയില്ലേ നമ്മോടെ മുല്ലാക്ക. കൃഷ്ണേട്ടൻ്റെ അത്തരം പാട്ടുകൾ അതേ ശൈലിയിൽ തന്നെ കൃഷ്ണേട്ടൻ ചെയ്തിരുന്ന ഒരുപാട് പാട്ടുകളോട് വളരെ ഇഷ്ടമായിരുന്നു. പിന്നെ പാഷബായി കൃഷ്ണേട്ടൻ, പിന്നെ മൊഹസിൻ കുരിക്കള്, പിന്നെ പ്യാരി കുരി കൂട്ടുകെട്ട്, അത് കുറേ പാട്ടുകൾ അവരുടേത് ഉണ്ടായിട്ടുണ്ട് മഞ്ചേരി ബേസ്ഡ് ആയിട്ടുള്ള. അവരെ കൂടെ ചെയ്ത വർക്കിലാണ് അഫ്സൽ ഒക്കെ കൂടെ പാടാനുള്ള. പിന്നെ അന്നത്തെ കാസറ്റ് വർക്കുകളിൽ കൂടെ ഒരു ഭാഗ്യം കിട്ടിയത് ഷഹബാസ് അമന്റെ കൂടെ പാടാൻ പറ്റിയെന്നുള്ളതാണ്. പിന്നെ ഷഹബാസ് അമൻ ഇന്നത്തെ ഗസൽ മേഖലയിൽ പോപ്പുലർ ആയിട്ടില്ല എങ്കിലും വളരെ നല്ല ശബ്ദത്തിന്റെ ഉടമയായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഞാനും രഹനത്തെയും കൂടിയിട്ടുള്ള ഒരു വർക്ക്, മൊഹസിൻ കുരിക്കളുടെ വർക്ക് മാഷിന്റെ രചനയിൽ. പിന്നെ അതേപോലെ അബൂട്ടി മാഷ് ആണ് ഗുരുനാഥ തുല്യനായിട്ടുള്ള മറ്റൊരാള്. പിന്നെ അതേപോലെ നിയാസ് ചോല മാഷ് അന്ന സമയത്ത് ഈ പ്രൈസ് ഒക്കെ കിട്ടിയ സമയത്ത് മാഷ് വീട്ടില് അവിടുന്ന് അന്വേഷിച്ച് വന്ന് പാട്ട് പഠിപ്പിച്ച് ഒരു കാസറ്റ് ഫുൾ എന്നെ കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ദാനിഷ് മാഷ്, പിന്നെ മെഹറിന്റെ കൃതികള് ഫുള്ളായിട്ട് അതൊക്കെ മാഷിന്റെയും ഫൈസൽ മാഷിന്റെ ഒക്കെ ഒരു ഇൻസ്ട്രക്ഷനോട് കൂടെ ചെയ്തിട്ടുള്ളൂ. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ റെക്കോർഡിംഗ് സ്റ്റുഡിയോയുടെ അനുഭവം. അപ്പോൾ അത് പാടിയത് പക്കർ മാഷിൻ്റെ പാട്ടായിരുന്നു. മാഷ് ഇപ്പോഴും കാണുമ്പോൾ സ്നേഹത്തോടു കൂടെ പറയുന്നൊരു കാര്യമാണ്. ആമീന ബീവിക്കാരമ്പപ്പൂ പൈതലാറ്റ കൺമണി ആലങ്ങൾക്കാകെ പൊൻപ്രഭാവിശി തെളിഞ്ഞൊരമ്പിളി. ആമീന ബീവിക്കാരമ്പപ്പൂ പൈതലാറ്റ കൺമണി ആലങ്ങൾക്കാകെ പൊൻപ്രഭാവിശി തെളിഞ്ഞൊരമ്പിളി. ഹിറായിലിക്കറയിൻ സ്വരം ജിബ്രീലുണർത്തി സാദരം. ഹിറായിലിക്കറയിൻ സ്വരം ജിബ്രീലുണർത്തി സാദരം. ഹാർസറിലന്ന് നിർഭയം കഴിയാനിലാഹിന്നാശ്രയം. ഹാർസറിലന്ന് നിർഭയം കഴിയാനിലാഹിന്നാശ്രയം. ആമീന ബീവിക്കാരമ്പപ്പൂ പൈതലാറ്റ കൺമണി ആലങ്ങൾക്കാകെ പൊൻപ്രഭാ വീശി തെളിഞ്ഞൊരമ്പിളി. തൃശ്ശൂർ സംസ്ഥാന കലോത്സവം നടന്ന സമയത്ത് ആദ്യമായിട്ട് മാപ്പിളപ്പാട്ടിലെ ഫസ്റ്റ് പ്രൈസ് കുത്തുബുഷേതാക്കളിലും ബന്ധാർ എന്നുള്ളത്. അത് രണ്ടുപേരും, ഞാനും വേറൊരു കുട്ടിയും പാടിയിരുന്നു. നല്ലൊരു രസം. ഒന്ന് വി എം കുട്ടി മാഷ് പഠിപ്പിച്ച് ഞാൻ പാടുക, ഒന്ന് നിസത്തെ പഠിപ്പിച്ചിട്ട് മാറ്റൂടെന്നൊരു കുട്ടി. അങ്ങനെ നമ്പർ 6 ആയിരുന്നു എൻ്റെ നമ്പർ. അത് അനൗൺസ് ചെയ്തതൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. കുത്തുബുഷുഹദാക്കളിലും ബന്ധാ ബദറിൽ പടവെട്ടി ജയിത്തവർ പോരിശ. കുത്തുബുഷുഹദാക്കളിലും ബന്ധാ കുത്തുബുല്ലക്ക് താപയനിക്ക് കുത്തുബുഷുഹദോരി തണിക്ക്. കുത്തുബീങ്ങളെ തേട്ടമതുക്ക് ഈ റസൂൽ നബിയെ കബുലാക്ക്. പതർപട പൊരുതിടെ മുന്നണി സൂത്രം ചതുർപുറമിലെ സഹബുകളണി നേത്രം. കുരുടബുജഹലുടെ പടകൊടുമീട്ടം അങ്കിങ്കും ലങ്കും മങ്കും പൊങ്കിങ്കും സംകൃത പരിമളലങ്കൃതമേ കാണും. ജഗത്തിലെ സംകൃതമേ തോന്നും ജഗപ്പട ഷഹിദുകളപ്പീണും.
ചിറന്തവർ തമ്പോട് തമ്പുവിതമ്പരുൾ തമ്പരെ തരികിട തകൃതിമി താത്തിമ തോമൻ അപ്പട പൊരുതിടിനി പതുപതറിയിലേക്കതോരപ്പടി നിക്കുമേ അരികയിൽ കുത്തുബുഷുഹദാക്കളിലും ബന്ധാ ബദറിൽ പടവെട്ടി ജയിത്തവർ പോരിശ കുത്തുബുഷുഹദാക്കളിലും ബന്ധാ. ഇശ്രത്ത് സഭ വണ്ടൂരുകാരിയാണ്. വിവാഹം കഴിച്ചത് പൊന്നാനിയിലേക്ക്. ഇപ്പം ജോലിയും താമസവും ഒക്കെ എടരിക്കോടാണ്. നേരത്തെ കലാതിലകമായിരുന്നു, അത് എടരിക്കോട് വെച്ചാണ് കലാതിലകമായത്. ആ അനുഭവം എന്താണ്? ഇപ്പം അവിടെ തന്നെയാണ് ജോലിയുള്ളത്. അതെ അതെ, അത് ജീവിതത്തിൽ കിട്ടിയ വലിയൊരു ഭാഗ്യമാണ്. ഇപ്പോഴും പല പ്രോഗ്രാമുകളിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറ് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ സ്കൂളിൽ കലാതിലകമായ എന്ന് പറയുമ്പോൾ എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഒക്കെ വിചാരം ഞാനിവിടെയാണ് പഠിച്ചതെന്നാണ്. പക്ഷെ അതെനിക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യമാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഇടരിക്കോട് PKMM വെച്ചിട്ട് ജില്ലാ കലോത്സവം നടന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് മലപ്പുറം ജില്ലാ കലാതിലകമാകുന്നത്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം സെയിം സ്കൂളിൽ ഹയർ സെക്കൻഡറി അധ്യാപികയായിട്ട് എൻ്റെ പ്രൊഫഷൻ ഇവിടെ തുടരാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമാണ് ജീവിതത്തിൽ കിട്ടിയത്. ഒരു കൗതുകത്തിന് വേണ്ടി ചോദിക്കുകയാണ്. ഞാൻ വരുന്ന സമയത്ത് ഇശ്രത്ത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന കണ്ടത്. പക്ഷെ ആ ഓത്ത് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഏതോ ഒരു രാഗത്തിൽ പാടുന്ന പോലെ ഫീൽ ചെയ്തു. യഥാർത്ഥത്തിൽ ഇശ്രത്ത് അങ്ങനെ പാടിയതാണോ? നമ്മൾ ഏറ്റവും കൂടുതൽ മ്യൂസിക് ഇരിക്കുന്നത് ഖുർആനിലാണ്. അതായത് ഏറ്റവും ഭംഗിയായിട്ട് ഓതുന്ന ഒരാൾ നല്ലൊരു മ്യൂസീഷ്യൻ ആയിരിക്കുന്നത്. ഈ പാട്ട് പഠിച്ചത് കൊണ്ടൊക്കെ തന്നെ ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വരുത്താൻ സാധിക്കാറുണ്ട്. بسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي എൻ്റെ ഫാമിലിയെ പരിചയപ്പെടുത്താം. എനിക്ക് 2 മക്കള്. മോള് ചെറിയ ആള് 4th സ്റ്റാൻഡേർഡിൽ സ്റ്റെല്ലാർ മോണ്ടിസോറി സ്കൂൾ ഇവിടെ എടരിക്കോട് തന്നെയാണ്. മോളിപ്പോൾ 10th എക്സാം എഴുതി PKMM ഹയർ സെക്കൻഡറി സ്കൂളിൽ നേഹ ഷിറിൻ. ഹസ്ബൻഡ് അബ്ദുൽ ഹക്കീം വെൽഫെയർ ബോർഡിൽ മലപ്പുറം ജില്ലാ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇശ്രത്ത് സഭയായിട്ടുള്ള സംസാരം തീരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും അനുഭവങ്ങളും പറഞ്ഞിട്ടും തീരാത്ത അത്രയും കാര്യങ്ങളുണ്ട് സംഗീത ലോകത്തും ജീവിതത്തിലൊക്കെ തന്നെയും. ഏതായാലും മാവൂർ മീഡിയയോട് കൂടെ ഇത്രയും നേരം സംഗീത ജീവിതം ഒപ്പം വ്യക്തി ജീവിതവും അധ്യാപന ജീവിതവും ഒക്കെ പറഞ്ഞതിന് ഒരുപാട് നന്ദി. അറിയാം ഇപ്പോഴും സംഗീതത്തിലൂടെ തന്നെയാണ് യാത്ര. കർണാട്ടിക് മ്യൂസിക്കും അതോടൊപ്പം ഇപ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതം അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇശ്രത്ത് സഭ നല്ലൊരു ഗസൽ ഗായികയാണ്. ഗസൽ കൺസേർട്ട് ഒരുപക്ഷെ ഒരു മുസ്ലിം പെൺകുട്ടി ആദ്യമായി കേരളത്തിലേക്ക് കൊണ്ടുവന്നത് തന്നെ ഇശ്രത്ത് സഭ എന്ന് പറയാം നമുക്ക്. ഇപ്പോഴും ഗസൽ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എല്ലാവിധ ഭാവുകങ്ങളും വിജയാശംസകളും മാവൂർ മീഡിയ നേരുന്നു. നന്ദി, നമസ്കാരം.